പത്തനംതിട്ടയിൽ കെ നായർ പഠിച്ച സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി തർക്കം. പഴയ കെട്ടിടം പൊളിച്ച് പകരം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കെട്ടിടം പണിയാനുള്ള പത്തനംതിട്ട നഗരസഭയുടെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. കെ നായരുടെ സ്മരണ നിലനിർത്തി കുട്ടികൾക്കായി ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ ആവശ്യം. പത്തനംതിട്ട വെട്ടിപ്പുറത്താണ് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. 160ഓളം വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കാനായി എത്തുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഒരു അംഗൻവാടിയും ബ്ലോക്ക് റിസോഴ്സ് സെന്ററും പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് 105 വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ സ്കൂൾ അധികൃതർക്ക് നഗരസഭ നോട്ടീസ് നൽകിയത്. കാലപ്പഴക്കം ചൂണ്ടിക്കാണിച്ചായിരുന്നു നോട്ടീസ്. എന്നാൽ നഗരസഭ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പകരം തൽസ്ഥാനത്ത് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. നമ്മൾ കെ നായർ സാർ പഠിച്ച സ്കൂളാണ് ഇത്. കെ നായർ സാറിന്റെ പേരിൽ തന്നെ നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു പൈതൃക സ്കൂളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്. ഈ സ്കൂള് അൺഫിറ്റ് ആണെങ്കിൽ പൊളിക്കുന്നതിൽ നമുക്ക് എതിരില്ല. പക്ഷെ പൊളിച്ചിട്ട് BRCക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കളിസ്ഥലം, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം, അങ്ങനെയാണ് നമ്മുടെ PTAയുടെ ആവശ്യം. പത്തനംതിട്ട ജില്ലയുടെ തന്നെ പിറവിക്ക് കാരണക്കാരനായ കെ നായരുടെ സ്മരണ നിലനിർത്തി പ്രസ്തുത സ്ഥലത്ത് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചാൽ അത് കുട്ടികൾക്ക് ഉപയോഗപ്പെടുമെന്നും ഇവർ പറയുന്നു. ആവശ്യം ചൂണ്ടിക്കാണിച്ച് ഔദ്യോഗികമായി നഗരസഭയെ സമീപിക്കാനാണ് സ്കൂൾ സംരക്ഷണ സമിതിയുടെ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.